അയ്യപ്പേട്ടാ, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയിട്ട് MLA-യുടെ ഒരു വിളയാട്ടമുണ്ടായിരുന്നു. സമാനമായിട്ട് ഇന്നലെ കൂത്താട്ടുകുളത്ത് രാമമംഗലത്താണെന്ന് തോന്നുന്നു ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് MLA അല്ല, അതൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി. എന്താണ് ഇതൊക്കെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? പ്രീത, ഇതിനകത്ത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി രണ്ടാമതൊരിക്കൽ കൂടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ടാമത് സർക്കാർ, രണ്ടാമത് ടേം ഇപ്പോൾ വരികയാണ്. ആദ്യം ഈ രണ്ടാമത് ടേം വരുമ്പോൾ ആദ്യ ടേമിൽ പിണറായിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ആരും വിളിക്കേണ്ട. അവിടെ ആരും CA SIA ഒന്നും കാണണ്ട. ഏരിയ കമ്മിറ്റി സെക്രട്ടറി റാങ്കിൽ മുതലുള്ളവർ ഇടപെട്ടാൽ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം പ്രകാരം ആദ്യത്തെ 5 കൊല്ലം ഇതേപോലെ സ്റ്റേഷനിൽ വലിയ ചട്ടമ്പിത്തരമൊന്നും ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും താരതമ്യേന എന്തെങ്കിലും അങ്ങ് ചെയ്തേ പറ്റുള്ളൂ, ഇടപെട്ടേ പറ്റുള്ളൂ എന്നൊരു സംഭവം വരുമ്പോൾ കൺസേൺ വാങ്ങിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചെറിയൊരു പൂട്ടുണ്ടായിരുന്നു. ആ പൂട്ടിനൊരു അയവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് അത് പൊളിച്ചതാണ്, അയവല്ല, പൊളിച്ചതാണ്. കാര്യം ഒരു പാർട്ടി അണികളെന്ന് പറയുമ്പോൾ അവർ ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങളുടെ ആവശ്യം പോലീസ് സ്റ്റേഷനിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭരിക്കണത് എന്നൊരു തോന്നൽ അണികളുടെ ഇടയിലുണ്ടാവും. സത്യത്തിൽ ആ ഒരു തോന്നലിന് വലിയ അർത്ഥമുണ്ടോ? അർത്ഥമുണ്ട് ഒരു പരിധി വരെ. അതായത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകൾക്ക് എന്തും ആകാമെന്നുള്ളൊരു സംഗതിയല്ല. എന്തും ആകാം. ഭരണത്തിലേറ്റുന്നത് ജനങ്ങളാണ്, പാർട്ടിക്കാർ മാത്രം ചേർന്നല്ലല്ലോ ചേട്ടാ, ജനങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ. അതായത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ഒരു സർക്കാർ രൂപീകരിക്കാൻ പറ്റും? പ്രീത, അതിനകത്ത് എന്തുമാകാമെന്ന് പറയുന്നില്ല. എനിക്ക് തന്നെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ ഞാൻ നടന്നു പോവുകയാണ്. എന്നെ ഒരു കാർ ഇടിച്ചിട്ടിട്ട് പോയി. ഒരു കാറ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നെ ഒരു കാർ അതിൻ്റെ സൈഡ് മിറർ തട്ടി ഞാൻ നിലത്ത് വീഴുന്നു. എൻ്റെ തൊട്ട് പുറകിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന CPM-ൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടായിരുന്നു എൻ്റെ പുറകിൽ. ഈ വണ്ടി തട്ടിയിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നോക്കി, എന്തോ ഒരു ഭാഗ്യത്തിന് ആ വണ്ടി തിരുവനന്തപുരം ജില്ലയാണെന്ന് നമ്പർ ഏതാണ്ട് കിട്ടി. ആസ് യൂഷ്വൽ ഇപ്പോൾ പാർട്ടി ബന്ധമുണ്ടോ ഇല്ലയോ, ഈ ഒരു പേപ്പർ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്തു. ഈ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന ആൾക്കൊന്നും ഞാൻ പറഞ്ഞു ആദ്യത്തെ ടൈമിലെ കാര്യമാണത്, ഈ ബ്രാഞ്ച് സെക്രട്ടറിക്കൊന്നും ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല. കാരണം ഇടപെട്ടാൽ ഒന്നും ചെയ്യേണ്ട എന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ ഞാനൊരു തിരുവനന്തപുരത്തെ എൻ്റെ സൗഹൃദങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു, എടാ എനിക്കിങ്ങനെ ഒരു പറ്റിയിട്ടുണ്ട്, നിങ്ങൾ കൂടെ അറിയണം, നിങ്ങളൊക്കെ കൂടെ ഈ കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ അറിയിച്ചു ഈ സംഗതി. ഈ പോലീസ് ബീറ്റ് നോക്കുന്നവർ അവരൊക്കെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ CI, അയാളുടെ പേര് ഷാഫി എന്നാണ്. ഈ പോലീസ് ഓഫീസർ കാലങ്ങളായിട്ട് പാർട്ടി ഇരുത്തിയിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അയാളുടെ തൊട്ടുതായി ഈ വിളി ചെന്നിരുന്നു. എൻ്റെ സുഹൃത്തുക്കളായ ചിലരൊക്കെ വിളിച്ച് ഈ വിളിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിൻ്റെ താഴെയുള്ള പോലീസ് ഓഫീസർമാർ ASI റാങ്ക് SI ഒക്കെ, ഞാൻ ഈ സംഭവത്തിന് ശേഷം പേപ്പർ കൊടുത്തു. എന്നോട് പേരിനാണ് ബ്രാഞ്ച് സെക്രട്ടറി വന്നത്, പക്ഷേ മേളിൽ നിന്നുള്ള ഒരു ഇത് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ചുരുക്കത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇത് ഓടിച്ചതൊരു പുരുഷനാണെന്ന് എനിക്ക് തീർത്തും മനസ്സിലായി. ഈ ASI റാങ്കിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട്, സാർ ഇങ്ങനൊരു സംഭവം കിട്ടിയിരുന്നു, അതൊരു സ്ത്രീയാണ് സാർ ഓടിച്ചത്, അത് നമുക്ക് ഈ കേസങ്ങ് ഒത്തീർപ്പാക്കിക്കൂടെ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ തിരുവനന്തപുരത്ത് ഇത്രയെങ്കിലും വർഷം ജോലി ചെയ്ത് ഒരുത്തനാണ്, എൻ്റെ കൂടെ സാർ ഇത്തരം നമ്പറുകളൊന്നും ഇറക്കരുത്. സാർ ഈ നമ്പറൊന്നും ഇറക്കരുത്. ഞാൻ CIക്ക് കൊടുത്ത പരാതി എനിക്ക് കറക്റ്റ് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. സാർ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേരെ, ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഇത് തട്ടിയിട്ടിട്ട് പോയത് ഒരു യുവതിയാണെന്നും ഈ കേസ് മറിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനൊന്നുമല്ല. ഒടുവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വന്ന് ഇറക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോയി. അത് പാർട്ടി ഇടപെട്ടുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പാർട്ടി ഇടപെട്ടിട്ടുണ്ടാകാം, അതൊരു ജെന്യൂൻ കാര്യമാണ്. കാര്യം എന്നെ തട്ടിയിട്ടിട്ട് പോയി എനിക്ക് പരിക്ക് പറ്റി. പിറകെ ആൾ കാഴ്ചക്കാരനായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഇത് പോലീസുകാർ ആടിനെ പട്ടിയാക്കുന്ന ഒരു സംഗതിയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യത്തെ 5 വർഷം കൃത്യമായിട്ട് ആരും കയറി ഇടപെടണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരു പൂന്തി വിളയാടൽ നടന്നിട്ടില്ല. പിന്നെ പ്രജിത ചോദിച്ച ചോദ്യം, ഇവിടെ ഭരിക്കുന്നത് CPM-ൻ്റെ ആൾക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, എല്ലാവരും ജീവിക്കുന്നുണ്ട്.
അവിടെയും പോലീസ് സ്റ്റേഷന്റെ മേൽ കൃത്യമായ ഒരു നിയന്ത്രണം സർക്കാരിനുണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരന് നീതി കിട്ടുള്ളൂ. ആ നീതി കിട്ടാത്ത നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘ എന്ന ചെറുപ്പക്കാരിയായ പെൺകുട്ടി, ആ പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നു. കൂടെ ജോലി ചെയ്തിരുന്ന IB ഉദ്യോഗസ്ഥനെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്നതുമുണ്ട്, നടക്കാത്തതുമുണ്ട്. ആദ്യത്തെ 5 ടേം ഇങ്ങനെ, ആദ്യത്തെ 5 വർഷം ഇങ്ങനെ പോയെങ്കിൽ രണ്ടാമത് തങ്ങളുടെ പൂന്തി വിളയാടലുകളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതീവ സമ്മർദ്ദം വന്നു. പിണറായി വിജയൻ ഒന്ന് കണ്ണടച്ചു. പിന്നെ പി ശശിക്ക് ഇതിൽ നിർണായക പങ്കുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ MLA ആണ്, സ്ഥലം MLA ആണ്. MLAക്ക് ശരിക്കും പ്രോട്ടോക്കോളും നിയമങ്ങളും അത്, പക്ഷേ ഒരു MLAക്ക് ചേർന്ന ശരീരഭാഷയിൽ അല്ല ഈ പറയുന്ന കോന്നി MLA ആണ് അദ്ദേഹം. ഈ ജിനീഷ് കുമാർ സംസാരിച്ചത്. ജിനീഷ് കുമാറിനെ കുറിച്ച് പൊതുവെ പരാതിയുണ്ട്. കോന്നിയിൽ ആരാണ്? അടൂർ പ്രകാശാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യമുള്ള പത്തനംതിട്ടയിലെ സ്ഥലമാണ്. അടൂർ പ്രകാശിൻ്റെ പ്രത്യേക വ്യക്തിത്വമുണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് മാറിക്കഴിയുമ്പോൾ ഈ വോട്ടൊന്നും, ഈ ജയിച്ച വോട്ടൊന്നും CPMന്റെ വോട്ടൊന്നുമല്ല. നിഷ്പക്ഷ വോട്ട്, ഒരു ചെറുപ്പക്കാരൻ DYFI നേതാവ്. CPMനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭരണം തീരാൻ പോകുന്നു. ഒരു മുഖം മിനുക്കൽ, ഞങ്ങളൊരു നിഷ്പക്ഷരാണ് എന്നൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് MLA സംസാരിച്ചതൊക്കെ ശുദ്ധ പോകൃത്തരവാണ്. നക്സലിസം വരും, കത്തിക്കും നിന്നെ. അയാൾ കാണിച്ചത് എന്താണ്? അവിടെ ഒരു ഭൂമാഫിയയുടെ ഒരാളിൻ്റെ സ്ഥലത്ത് കമ്പിവേലി കെട്ടി അതിൽ അമിതമായ കറണ്ട് കടത്തി വിട്ട് ആന അതിൽ തട്ടി വീണ് ആന പോയി. ആന ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലെ ജോലിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട സ്വാഭാവികമായ ജോലി ഫോറസ്റ്റ് ഓഫീസർക്ക് ചോദ്യം ചെയ്യണ്ടേ? ഇത് ഭൂമാഫിയയുടെ ആളാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പം കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന് 5 കോടി രൂപയാണ് ഈ പാർട്ടി സമ്മേളനത്തിന് ചെലവാക്കിയത്. ഈ 5 കോടി രൂപ എന്ന് പറയുന്നത് എവിടുന്നാണ് വന്നേ? അത് ചോദ്യമല്ലേ? ഈ 150 കോടി രൂപയുടെ AK സെന്റർ ഇവിടെ പണിതു, അത് എവിടുന്നാണ് കാശ് വന്നേ? അപ്പോൾ ഇത്തരത്തിൽ ഭൂമാഫിയ അല്ലാത്ത ആൾക്കാരുമായിട്ടൊക്കെ ഇവർക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബന്ധമുണ്ട്. ഈ കോന്നി MLA ഈ പറയുന്ന ജിനീഷ് കുമാർ അല്ലേ? അതെ, ജിനീഷ് കുമാർ എന്താ ചെയ്തത്? അവർക്ക് ഈ പറയുന്ന പോലെ ഭൂമാഫിയ ബന്ധങ്ങൾ, CPMന് അതെല്ലാം പകൽ പോലെ വ്യക്തമാണ് അവരുടെ ബന്ധങ്ങളൊക്കെ. അത്തരത്തിൽ അവിടുത്തെ ഒരു ഭൂ ഉടമയുടെ കൃഷിയിടത്തിന് ഒരു കമ്പിവേലിയിൽ കറണ്ട് കടത്തിവിട്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യം ഉണ്ടാകാൻ അത് അമിതമായി കടത്തിവിട്ടു. അത് നിയമവിരുദ്ധമായിരിക്കാം. കറണ്ട് കടത്തിവിട്ടത് ഇപ്പോൾ മനുഷ്യനാണ് പോയി മനുഷ്യൻ മരിക്കില്ലേ? അത് തീർന്നു പോകില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ആന ചരിയുന്നതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ബാധ്യതയല്ലേ? ഇവിടെ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയും മരിച്ചല്ലോ ഒരാൾ, ടാപ്പിംഗ് തൊഴിലാളി അല്ലേ? അപ്പോൾ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കുറ്റമാണെന്ന് ഇവിടെ എല്ലാവരും പറയും. അപ്പോൾ അവർക്ക് അവരുടെ ജോലി സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനായിട്ട് അയാളെ വിളിച്ചു കൊണ്ടുപോയി എന്താ സംഭവിച്ചതെന്ന് അയാളുടെ ജോലിക്കാരനെ ചോദ്യം ചെയ്തതാണ് പിടിക്കാതെ MLA എന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നേ. അപ്പോൾ ഇവർക്കെല്ലാം അത്തരം വലിയ വലിയ ബന്ധങ്ങൾ, ആ വലിയ വലിയ ബന്ധങ്ങളിൽ പാർട്ടിക്ക് നേട്ടമുണ്ട്. ആ നേട്ടത്തിന് തടസ്സമാകുന്ന തരത്തിൽ ഒരു ജോലിക്കാരനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ചോദ്യം ചെയ്യാൻ ചെയ്യുന്നു. എന്നിട്ട് നക്സലിസം വരും, കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. പൊതുവേ ഇദ്ദേഹത്തിനെ കുറിച്ച് പരാതി കൂടുതലാണ്. ഇത് നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഈ കാണാത്തവൻ, ഈ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ജനീഷൊക്കെ DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാവായിരുന്നിട്ട് പാർട്ടി കൊടുത്ത ഒരു MLA ആയി അയാളുടെ ഒരു ഭാഗ്യത്തിനോ, അല്ലെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലെ അവിടെ നിന്നൊരാൾ ലോകസഭയിലേക്ക് മത്സരിക്കാൻ ആറ്റിങ്ങിലേക്ക് വന്നപ്പോൾ വോട്ടെല്ലാം മാറി വന്നു. നിഷ്പക്ഷമായ വോട്ടുകളാണ് ഇതെല്ലാം. അല്ലാതെ പ്രജിത ചോദിച്ച പോലെ CPMകാർ മാത്രമല്ല ഇവിടെ കേരളത്തിലുള്ളത്. അങ്ങനെ ഈ ചോദിച്ച ചോദ്യം തീർത്തും നക്സലുകൾ വരും, നക്സലുകൾ തിരിച്ചു വരും, പിന്നെ കൂടാതെ ഇത് കത്തിക്കും പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞ ഒരു MLAക്ക്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിനെതിരെ ഒരു MLA കയറി പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് പറയുന്നത് പോലും ഒരു നക്സലിസം തിരിച്ചു വരുന്നതിന്റെ ഭാഗമല്ല. അവരുടെ ഉള്ളിലുള്ള നക്സലിസം അല്ലേ ഈ പുറത്ത്? തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഉള്ളിൽ ഇത്തരത്തിൽ ഉള്ള ആ ഒരു ചേതോവികാരമുണ്ട്. അതുപോലും ചെയ്യാനുള്ള ഇത് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ്. അതൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ നക്സലുകളാണ്. സ്വയം കത്തിക്കലും ചാവേറാകലും മറ്റുള്ളവരെ കത്തിക്കുമെന്ന് പറയുന്നതും തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കലും ഇതൊക്കെ നക്സലിസത്തിന്റെ ഭാഗമാണ്. നക്സലിസമാണല്ലോ ഇത്. പറഞ്ഞല്ലോ, കോഴിക്കോട് 2 ചെറുപ്പക്കാരെ പിടിച്ച കഥ അറിയാമല്ലോ. കോഴിക്കോട് നടക്കാവുന്ന സ്ഥലത്ത് അലനും താഹയും എന്ന 2 ചെറുപ്പക്കാർ അവർ പുസ്തകം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നക്സലിസം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ആ 2 ചെറുപ്പക്കാരുടെ ഭാവി നശിപ്പിച്ചത്. അന്ന് CPIക്കാർ ഇവിടെ പറഞ്ഞിരുന്നു, അന്ന് കാലമുള്ള സമയമാണ് അല്ലേ? അതിനൊന്നും ഇവിടെ ആർക്കും ഒരു തെറ്റും ഉണ്ടായില്ല. ആ കുട്ടികളുടെ ഭാവി ജീവിതം പോയി. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു വെളിപാടുണ്ടാകുന്നു പോലീസിന്. അവർ നക്സലിറ്റുകളാണ്, അവർ വായിക്കുന്നത് മാവോയുടെ പുസ്തകങ്ങളാണ്. ഈ പറയുന്ന മുതലാളിത്ത മനോഭാവമുള്ള MLAമാരും മന്ത്രിമാരും ചെയ്യുന്നത്, അവർ നടത്തുന്ന ഭീഷണിയൊന്നും ഇതിന്റെ ഭാഗമല്ല. അതാണ് ഞാൻ പറഞ്ഞത്.
കാരണവർക്ക് അടുപ്പിലുമാകാം, അവർക്കൊക്കെ എന്തും കാണിക്കാം, അവർക്കൊക്കെ എന്തും കാണിക്കാം. ഇപ്പോൾ ജനീഷ് കുമാറിനെ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോഴത്തേക്ക് ജില്ലാ സെക്രട്ടറിയുടെ പോയി ചോദിച്ചപ്പോൾ രാജു എബ്രഹാം അത് പറഞ്ഞല്ലോ, തെറ്റാണെന്ന് രാജു എബ്രഹാം പറഞ്ഞല്ലോ. ഈ പറയുന്നത് കൊണ്ട് എന്ത് കാര്യം? ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞല്ലോ അങ്ങർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഒരുപാട് നിയമവശങ്ങളൊന്നും ഇല്ലാത്ത ലൂപ്പ് ഹോൾസ് ഒരുപാടുള്ള രക്ഷപ്പെടാൻ പഴുതുള്ള ചോദ്യമായ ഒരു കേസ്. അങ്ങനെ വരും, അങ്ങനെ വരും. നിങ്ങളുടെയും എന്റെയും ഈ സമൂഹത്തിന്റെയും ഈ പിന്നെ കണ്ണിൽ മണ്ണ് ഇടാനായിട്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തു. മണ്ണിടലല്ല ചേട്ടാ, ആളുകൾക്ക് മനസ്സിലായി ഇവർ ഇതേ ചെയ്യുള്ളൂ എന്ന് അവർ അല്ല, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ടൈം, ഇപ്പൊ ഞാനൊരു ഉദാഹരണവും പറഞ്ഞു. ആദ്യത്തെ ടൈം എന്താ സംഭവിച്ചത്? ആദ്യത്തെ ടൈമിൽ ഇതേപോലെ കുറെ കർക്കശമൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഇറങ്ങി പോകാൻ പോവുകയല്ലേ. അപ്പോൾ ഈ മുഖമിനിക്കലിന്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ MLA-ക്കെതിരെ കേസെടുത്തെന്ന് പറയാമല്ലോ. ഇന്നലെ ഇവിടെ ഈ പറഞ്ഞ കേസ് ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു SHOയെ വിളിച്ചിട്ട് അത് ഞാൻ കേട്ടു. അത് ഞാൻ ഇന്നലെ മൊത്തത്തിൽ ഇല്ല, അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരു മുഖം മിനുക്കലിന്റെ ഭാഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കേസ് എടുത്തെന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ മുന്നിൽ ഇന്നലെ നിയമമന്ത്രി കാണാനായിട്ട് അവിടെ ആ പെൺകുട്ടിയെ ജൂനിയർ വക്കീലിനെ തല്ലിയ കേസിൽ വന്നല്ലോ. ഇനി കുറെ ഡ്രാമകൾ നമ്മൾ കാണും. ഇനിയൊക്കെ നാടകങ്ങളാണ്. ഇനി നടക്കാൻ പോകുന്നതൊക്കെ നാടകങ്ങളാണ്. പിണറായി വിജയനും സംഘവും അവതരിപ്പിക്കുന്ന നാടകം അടുത്ത 10 മാസത്തേക്ക്. അതല്ല ചേട്ടാ, സംഭവം നാടകമൊക്കെ നടക്കും. പക്ഷെ ഈ നാടകം ഒന്നും കൊണ്ട് ജനങ്ങൾ കണ്ണു മഞ്ഞളിക്കരുത്. ജനത്തിന്റെ കണ്ണ് മഞ്ഞളിക്കരുത്. ഇതിൽ കൂടുതൽ ഇനി വരാനില്ല എന്ന് അവർ ധരിച്ചാൽ അവർക്ക് നല്ലത്.